ഹായ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിമിലെ പ്ലേയേഴ്സിനെ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അത്യാവശ്യം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുക, അല്ലെങ്കിൽ എന്തായാലും മൊത്തമായിട്ട് കണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അടുത്തൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൻ്റെ ഒക്കെ കണ്ടൻസൊക്കെ എന്തായാലും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടാൽ മതി. നിങ്ങൾക്ക് പിന്നെ വേറെ ആളുടെയും പ്രോഗ്രഷൻ്റെ ഹെൽപ്പ് തരേണ്ട ആവശ്യമൊന്നും വരില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു ആട്രിബ്യൂട്ട് എത്രത്തോളം കൊടുക്കണം, എത്രത്തോളം കൊടുക്കണ്ടെന്നൊക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു 90 ആട്രിബ്യൂട്ടുള്ളൊരു പ്ലെയറും 100 ആട്രിബ്യൂട്ടുള്ള പ്ലെയറും തമ്മിൽ എന്തോരം ഡിഫറൻസ് വരും. പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്രയും ആട്രിബ്യൂട്ട് ഉണ്ടായാലും എനിക്കത് ഫീൽ ചെയ്യണില്ല, പുറത്തേക്ക് അടിച്ചാലാണ്, അങ്ങനെ പല ഇഷ്യൂസും പറയലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കാനായിട്ട് പോണത് ഡ്രിബിളിങ് എബിലിറ്റി, കിക്കിംഗ് പവർ, സ്പീഡ്, ആക്സലറേഷൻ, സ്റ്റാമിന, ഇങ്ങനത്തെ കുറച്ച് ആട്രിബ്യൂട്ട്സിൻ്റെ ഗെയിമിലുള്ള എഫക്റ്റീവ്നെസ് ആണ്. അല്ലെങ്കിൽ എത്രത്തോളം ആട്രിബ്യൂട്ട്സ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം, ഇവരുടെ പവറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി കിട്ടണം. അതൊക്കെയാണ് മെയിനായിട്ട് നോക്കണേ. വേറെ ആട്രിബ്യൂട്ട്സിൻ്റെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് ചെയ്യുക. മെയിനായിട്ട് ഇതുവരെ ചെയ്യാണ്ടിരുന്നത് ഒരുപാട് ഇതിൻ്റെ അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും വേറെ ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യണ വേറെ പല രാജ്യങ്ങളുള്ള പല ആളുകളും ഗെയിമിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കറൻലി നമ്മുടെ ഗെയിം പ്ലേ അല്ലെങ്കിൽ കറൻലി നമ്മുടെ ഗെയിം എഞ്ചിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ പറയാനായിട്ട് പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് വെച്ചുള്ള ഗെയിമിൽ പരിപാടി നടക്കണുണ്ട്. അത് നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്ത് നമുക്ക് കിട്ടും. ഒരു ആട്രിബ്യൂട്ടുള്ള പ്ലെയറെ സെയിം ആയിട്ടുള്ള മറ്റൊരു പ്ലെയറൊക്കെ ഇട്ട് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് എങ്ങനെയാണ് ഗെയിമിൽ അവരത് വെച്ചാണ്. കാരണം അതൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചുള്ള സംഭവമാണ്. അത് നമുക്ക് സുഖമായിട്ട് കറക്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഓവറോളും പിന്നെ എന്നിട്ടാണ് 100 ചില ആട്രിബ്യൂട്ട് ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഏതൊരു വീഡിയോയിൽ ഒരു പ്ലെയർ 105 106 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് മൊത്തം അതെങ്ങനെ ആക്കാമെന്നാണ്. കുറേ പേർക്ക് സാറ്റിസ്ഫാക്ഷൻ അതിലായിരിക്കും. പക്ഷേ ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ അയാൾക്ക് മാക്സിമം ഓവറോൾ എത്താൻ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യേണ്ടത് ആ ട്രെയിനിങ്ങാണ് അതിൽ വരുന്നത്. എന്നും പറഞ്ഞാൽ അത് ബെസ്റ്റ് ബിൽഡ് ആവില്ല ഒരിക്കലും. ആ പ്ലെയറിന് നമ്മുടെ ഗെയിം പ്ലേയിൽ ആവശ്യമുള്ളൊരു ആട്രിബ്യൂട്ട് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് ഓവറോളും കാര്യങ്ങളൊക്കെ കുറവ് വരും. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പ്ലെയേഴ്സിൻ്റെ നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് ട്രെയിൻ ചെയ്യുക. അതല്ലാണ്ടുള്ളത് പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്ലെയർ വെച്ച് ഹെഡ് ജയിച്ചാൽ മതിയെങ്കിൽ ഹെഡിങ് ആട്രിബ്യൂട്ട് കൂട്ടി കൊടുക്കുക. ഒരു പ്ലെയർ വെച്ച് നിങ്ങൾക്ക് സ്പീഡാണ് വേണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കുക. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്ലെയറിൻ്റെ ബെസ്റ്റ് ഔട്ട് ഓഫ് ട്രെയിനിങ്ങിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ഇത്രയും ആട്രിബ്യൂട്ട് അനുസരിച്ച് നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചെയ്യുക. ഓരോ പാർട്ടായിട്ടൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യണതായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ അധികം കൊടുത്ത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇത്രയും നോക്കിയാൽ മതി. നമ്മളിപ്പോൾ സ്പീഡ് 90, 90, 91, 92, 93, 94, 100 വരെയൊക്കെ 101, 102 സ്പീഡ് നമുക്ക് ആക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൂട്ടുമ്പോൾ ഗെയിമിലനുസരിച്ചുള്ള സ്പീഡ് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ ഗെയിമിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് അതാണ് മെയിനായിട്ട് വീഡിയോയിൽ നോക്കണത്. ഇതിൻ്റെ ഒരുപാട് അൽഗോരിതംസും ഒരുപാട് കാര്യങ്ങളൊക്കെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കിട്ടാറുണ്ട്. റീസെൻ്റ് നമ്മുടെ ഈ ഫുട്ബോൾ ആപ്പിൻ്റെ ആപ്പ് അവരുടെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പാർട്ടിൻ്റെ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരുപാട് പേർക്ക് അത് അറിയാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഒരു മലയാളത്തിൽ എന്നിട്ടാണ് വളരെ സിമ്പിളായിട്ട് എല്ലാം കൂടെ വായിലൊഴിച്ച് പറയണില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനുള്ള കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഡ്രിബിളിങ് നോക്കാം. ഒട്ടുമിക്ക അത്യാവശ്യം നല്ല വിങ്ങേഴ്സും ഫോർവേഡ് മിഡ്ഫീൽഡേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡ്രിബിളിങ് എബിലിറ്റി ഉണ്ടാവും. 95, 96, 98, 100 ഉണ്ടാവും, 101, 102 ഒക്കെ ഉണ്ടാവും. മെസ്സിക്ക് വേണമെങ്കിൽ 103, 4 എന്തോ നമുക്ക് മെസ്സിയുടെ കാർഡുകൾക്കൊക്കെ എത്തിക്കാൻ പറ്റും. ബിഗ് ടൈമിന് അത്രയും +4 ബൂസ്റ്റൊക്കെ വന്നത് കൊണ്ട്. അപ്പോൾ ശരിക്കും ഇതിനുള്ളൊരു എഫക്റ്റീവ്നെസ് ഗെയിമിൽ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഓരോ ആട്രിബ്യൂട്ടിനും ഓരോ എഫക്റ്റീവ്നെസ് ആണോ. ഞാനിപ്പോൾ ഒരു ആട്രിബ്യൂട്ട് നിങ്ങൾ 100 കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപയോഗമില്ല എന്നും പറഞ്ഞ് മറ്റൊരു ആട്രിബ്യൂട്ടിന് ഉപയോഗം ഉണ്ടാവും. ഓക്കെ, അല്ലാണ്ട് മൊത്തത്തിലല്ല പറയണത്. ഓരോ ആട്രിബ്യൂട്ടിനും പല രീതിക്കാണ് ഗെയിമിൽ എഫക്റ്റ് ചെയ്യണത്. അത് മൊത്തം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിബിളിങ് ആട്രിബ്യൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 101, 102, 103, 104 ഈ ഒരു ഡ്രിബിളിങ് ആട്രിബ്യൂട്ടും 100 ഡ്രിബിളിങ് ആട്രിബ്യൂട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ ചേഞ്ചസോ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകൾ തമ്മിൽ അല്ലെങ്കിൽ ഗെയിമിൻ്റെ അകത്തുള്ള പെർഫോമൻസിൽ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച് വന്നില്ല. അല്ലെങ്കിൽ 101, 102 കമ്പയർ ചെയ്താലും സെയിം തന്നെയാണ് ഗെയിമിനകത്ത് വന്നത്. ഡ്രിബിളിങ് നോക്കാനാണെങ്കിൽ ഡ്രിബിളിങ് ആട്രിബ്യൂട്ട് നോക്കാനാണെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളൊരു പ്ലെയറിന് മെസ്സി പോലത്തെ പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ 90, 100 ഡ്രിബിളിങ് ആട്രിബ്യൂട്ട് കൊടുത്താലും അത് ഇനഫാണ്, അത് മതി. അതിലും 101, 101 ആക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ആ പ്രോഗ്രഷൻ പോയിൻ്റ് അതിലും ബെറ്ററായിട്ട് മറ്റൊരു ആട്രിബ്യൂട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾ കൊടുക്കണ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് മറ്റൊരു ആട്രിബ്യൂട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രിബിളിങ് സിമ്പിളായിട്ട് നോക്കാനാണെങ്കിൽ ഒരു 99, 100 അത്രയൊക്കെ നിങ്ങൾ എത്തിച്ചാൽ മതി. അതുകൊണ്ട് ഓവർ അതിൻ്റെ 100ൻ്റെ മേളിലേക്കൊന്നും അധികം എത്തിക്കേണ്ട. കാരണം
ഇപ്പോഴത്തെ ഒരു ഗെയിം എഞ്ചിനിൽ വലിയൊരു ഡിഫറൻസ് അവിടെ വന്നില്ല. അതിൽ നല്ലത് ആ ഒരു ആട്രിബ്യൂട്ട് ഇപ്പോൾ ആ പ്ലെയറിന് ഫിനിഷിംഗ് കുറവാണെങ്കിൽ ഫിനിഷിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കൂടി കിട്ടും. കാരണം ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഇവിടെ കൊടുക്കുന്നതിന് പകരം വലിയൊരു ചേഞ്ചിന് വേണ്ടി മറ്റൊരു ആട്രിബ്യൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു 99-100 ആട്രിബ്യൂട്ടിലൊക്കെ നിർത്തിയാൽ മതി. എന്നിട്ട് വേറെ കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ വേറെയിലേക്ക് കൊടുത്തോ, ഒന്നുമില്ലെങ്കിൽ മാത്രം ഡ്രിബിളിംഗ് വേണ്ടി ഇമ്പ്രൂവ് ആയി കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഡ്രിബിളിങ്ങിനെ പറ്റി പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് നമ്മുടെ ടൈറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. ഈ ഒരു ഗെയിമിലെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ടൈറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ഇത്രയും നോക്കുക. ഒരു 86 മേളിൽ ടൈറ്റ് പൊസിഷൻ എന്തായാലും പ്ലേയേഴ്സിന് വേണം. കുറവുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ 86 മേളിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്ര നിങ്ങൾ എത്തിച്ച് കൊടുക്കുക. അല്ലാണ്ട് നല്ല OP ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ സെയിം തന്നെ 100 മേളിലേക്ക് അധികം അങ്ങോട്ട് ബൂസ്റ്ററൊക്കെ വെച്ച് പോകുമെങ്കിൽ തന്നെ 100 മേളിലേക്ക് അങ്ങനെ എത്തിക്കേണ്ട. 98, 99, 100 ആയാലും മതി. കാരണം ഒരു ഇൻക്രീസ് വരുന്നുണ്ട്, പക്ഷേ ഒരു ചെറിയ ഇൻക്രീസേ വരുന്നുള്ളൂ. ഈ ഡ്രിബിളിങ്ങിലും ടൈറ്റ് പോസ്റ്റിലും മെയിനായിട്ട് തന്നെ സംഭവം അവരുടെ ഗെയിമിലെ അനിമേഷൻസ് ആണ്. ഡ്രിബിൾ ചെയ്യണ പ്ലേയേഴ്സ് ആണെങ്കിൽ ബോൾ തട്ടണത് പട്ടയും തട്ടി പോകണമാണ്. അത്രയും ക്യുക്കായിട്ട് നെയ്മർ മെസ്സി തട്ടണ ക്യുക്കായിട്ട് മറ്റ് പ്ലേയേഴ്സ് തട്ടൂല. അത് ഇത്രയും ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ആ ക്യുക്കായിട്ട് തട്ടി കയറും. പറഞ്ഞ് 100 മേളിലേക്ക് കൊണ്ടായാലും ആ തട്ടി കയറുന്നതിൽ വലിയൊരു ചേഞ്ച് അധികം വന്നില്ല. ടൈറ്റ് പൊസിഷൻ ആയിക്കോട്ടെ, പ്ലേയേഴ്സ് ഇങ്ങനെ ബോളൊക്കെ വെച്ച് ടേൺ ചെയ്യണം നോക്കിക്കഴിഞ്ഞാലും ഡിഫറെൻറ്റ് അനിമേഷനാണ്. നല്ല ആട്രിബ്യൂട്ടുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ടേൺ ചെയ്യുന്ന അനിമേഷനാണ് അവർ ചെയ്യണേ. അല്ലാത്തവരാണെങ്കിൽ ഇത്തിരി സ്ലോ ആയിട്ട് ചെയ്യും. അത് ഞാൻ പറഞ്ഞത് 86 ബില് വരുമ്പോൾ അതിൻ്റെ അനിമേഷനിൽ വ്യത്യാസമുണ്ട്. ഇതിലൂടെ എക്സ്ട്രാ ഒരു ടച്ചൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് 86 മേളിൽ റൈറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള അനിമേഷൻ അവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് 86 മേളിൽ എത്തിക്കാൻ നോക്കുക. പിന്നെ എൻ്റെ മേളിലേക്ക് നിങ്ങൾക്ക് എത്രയോളം കൊടുത്തു, പക്ഷേ ഒരു 100 അവരേക്ക് നിർത്തുന്നല്ല. 101 അത്ര 102 മേളിലേക്കൊന്നും ഡ്രിബിളിംഗ് റൈറ്റ് പൊസിഷൻ എത്തിക്കേണ്ട. 100 തന്നെ ഇനഫാണ്. അതിനുള്ള ഒരു ചെറിയ ഇൻക്രീസയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. റൈറ്റ് പൊസിഷൻ 86 എന്തായാലും വെക്കല്ലേ 100 അവിടേക്ക് ഒരു എത്തിക്കുക. ഡ്രിബിളിംഗ് ആണെങ്കിലും 100 എബോയിലേക്ക് നിങ്ങൾ നോക്കണ്ട. അതിൻ്റെ അടിയിൽ നിർത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയും ഡ്രിബിളിങ്ങിൻ്റെ കേസിൽ മനസ്സിലാക്കുക. അപ്പം എന്നും പറഞ്ഞ് 86 കൊണ്ടിട്ട് എല്ലാ പ്ലെയറിനും എത്തിക്കാനല്ല. മിക്ക പ്ലേയേഴ്സിന് 86 ഉണ്ടോ, ഒട്ടും എത്തിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിന് 86 എങ്കിലും ആക്കി കൊടുക്കണം റൈറ്റ് പൊസിഷൻ. അല്ലാത്തവർക്കാണെങ്കിൽ 100 മേളിലേക്കൊന്നും കൊണ്ടുകൊണ്ട് ഒരു 100 നിർത്തിയാൽ മതി. ഇതിൻ്റെ ബേസിക്കായുള്ളൊരു കോമൺ സെൻസ് മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 100, 101 എത്തിക്കുമ്പോൾ അത്രയും പ്രൊവിഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള അത്രയും ഹയർ ചേഞ്ച് അവിടെ വന്നില്ല ടോപ്പ് എത്തി കഴിയുമ്പോൾ. അതിനും ഭേദം വേറെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ലാഭകരമാണ്. 91 തൊണ്ണൂറ്റൊന്നാലും ഇങ്ങനെ കൂട്ടി പോകുന്നതോറും ടൈറ്റ് പൊസിഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഡിഫറൻസ് 100 ആവണ ടൈമിൽ എത്തണില്ല. അപ്പോൾ അത് വേറെ എല്ലാം കൊണ്ടുപോയി കൊടുക്കുക. അത്രയും നോക്കിയാൽ മതി. ഒട്ടുമില്ലാത്തവർക്കാണെങ്കിൽ 86 എത്തിച്ചു കൊടുത്താൽ അനിമേഷനിൽ ഒരു ക്വിക്നെസ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഉള്ളത് സ്പീഡും സ്റ്റാമിനയൊക്കെ തന്നെയാണ്. ഇതിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ എത്ര സ്പീഡ് കൂട്ടണോ, എത്ര സ്റ്റാമിന കൂട്ടണോ, അതിനുള്ളൊരു ഡിഫറൻസ് നമ്മുടെ ഗെയിമിൽ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കണ പ്രൊവിഷൻ പോയിന്റിനുള്ളൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട് കൂടുന്തോറും ഇൻ ഗെയിമിൽ അവർ വന്നുണ്ട്. മെയിനായിട്ട് സ്റ്റാമിന കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആട്രിബ്യൂട്ടും കുറഞ്ഞു പോകും. അതിനനുസരിച്ച് അപ്പോൾ അതിനർത്ഥം സ്റ്റാമിന എത്ര കൂട്ടി കൊടുക്കണം അത്രയും നല്ലതാണ്. കാരണം ആ സ്റ്റാമിന മറ്റ് ആട്രിബ്യൂട്ടുകൾ അഫക്റ്റ് ചെയ്യേണ്ട സംഭവം സ്റ്റാമിന എന്നുള്ളത്. അത് നിങ്ങൾക്ക് മാക്സിമം എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് കൊടുക്കുന്ന പ്രൊവിഷനുള്ളൊരു ക്വാളിറ്റി ആ സ്റ്റാമിന എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഓക്കെ, അതാണ് സ്പീഡ് സ്റ്റാമിന പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കേണ്ട ഒരു സംഭവം കിക്കിംഗ് പവറൊക്കെ തന്നെയാണ്. കിക്കിംഗ് പവർ ആയിക്കോട്ടെ, നിങ്ങൾ കിക്കിംഗ് പവർ കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ 91, 92, 95, 100 ഇങ്ങനെ ആക്കണനുസരിച്ച് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് കിക്കിംഗ് പവറിലും അവരടിക്കണ പവറിൽ കാര്യങ്ങളിലൊക്കെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രഷനുള്ളൊരു റിസൾട്ട് ഗെയിമിൻ്റെ അകത്ത് വന്നുണ്ട്. അതിൽ നിങ്ങൾ നോക്കേണ്ട കേസ് ഇപ്പോൾ ഭയങ്കര OP കിക്കിംഗ് പവറുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും. അവരെ വെച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഷൂട്ട് അടിച്ചാലും ഒരു അത്യാവശ്യം നല്ല പവറിൽ അടിച്ച് ഫിനിഷ് ചെയ്യും. അത്രയും OP ഇപ്പോൾ 95, 96 കിക്കിംഗ് പവറുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നോർമൽ ഷൂട്ട് അടിച്ചാലും അവർ ഗോൾ അടിച്ച് കിട്ടുള്ളൂ. വെറുതെ ഷണ്ണിങ് അടിച്ച് സമയം കളഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റി കളയണ്ട. അവിടെ നിന്ന് ഇങ്ങനെ നോർമൽ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സെയിം പവർ നല്ലൊരു കിക്കിംഗ് പവറിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ കിക്കിംഗ് പവറുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നോർമൽ ഷൂട്ടായാലും കുഴപ്പമില്ല. ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് അത്യാവശ്യം നല്ലലേക്ക് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. കിക്കിംഗ് പവറിനൊക്കെ അത്യാവശ്യം നല്ലൊരു എത്ര കൂട്ടിക്കുറവാണ് അതിനുള്ള റിസൾട്ട് ഗെയിമിലുണ്ട്. ഇനി ലാസ്റ്റ് വളരെ അട്രിബ്യൂട്ട് പിന്നെ ആക്സലേഷനെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലെയറിന് ഒരു 90 ആക്സലേഷൻ എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 90 ആക്സലേഷൻ എത്തിച്ചോ. അത്യാവശ്യം നല്ലൊരു നിങ്ങൾ കൊടുക്കണ പ്രൊവിഷനുള്ള റിസൾട്ട് ഗെയിമിൽ കിട്ടും. ആൾക്കുള്ള 90 ആക്സലേഷൻ ഉണ്ടെങ്കിൽ 91, 92, 93, 95 ഒക്കെ എത്തിച്ചാലും വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക. പക്ഷേ 95 എബോ അല്ലെങ്കിൽ 90 എബോ കൊടുക്കണമായാലും അത്രയും വലിയൊരു ചേഞ്ച് ചെറിയ ചേഞ്ചസാണ് അതിനകത്ത് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു 90 എത്തിക്കണം 90 എത്തിച്ചോ. 95 എത്തിക്കാണെങ്കിൽ 95 കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ല സ്പീഡി ആക്സലേഷനൊക്കെ ഉള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് 75 തുടങ്ങി 80 വരെയുള്ള
ആക്സലേഷൻ സ്റ്റാറ്റ്സിന് വലിയൊരു ചേഞ്ച് ഗെയിമിൽ വന്നില്ല. 80 ആക്സലേഷനുള്ള പ്ലെയറും 75 ആക്സലേഷനുള്ള പ്ലെയറും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണക്ക് തന്നെയാണ്. ആക്സലേഷൻ മാത്രം വെച്ച് നോക്കുമ്പോൾ വലിയൊരു ചേഞ്ച് അതിൻ്റെ ഇടയിൽ വന്നില്ല. അപ്പം നിങ്ങൾ സെൻറ്റർ ബാക്കുകളൊക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ഒരു പ്ലെയറെ ട്രെയിൻ ചെയ്യുമ്പോൾ 75 എത്തിക്കാൻ പറ്റുമെങ്കിൽ 75 മതി. അതിനുശേഷം നിങ്ങൾ ട്രെയിൻ ചെയ്ത് 76, 77, 78 ആവുള്ളൂങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ട. 80, 81, 82, 83, 83 ആട്രിബ്യൂട്ടൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ആക്സലേഷനിലിട്ട് പണിതാൽ മതി. അല്ലെങ്കിൽ 75, 76, 77, 77, 79 എല്ലാം ഈക്വലാണ്. വെറുതെ നിങ്ങൾ ആ പ്രൊഫഷനോട് കൊണ്ട് കളയണ്ട. ഒന്നെങ്കിൽ CBK 75 ആക്സലേഷനെ കൊണ്ടുപോയി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡ് ആക്സലേഷൻ കൂട്ടിയിട്ട് 82, 83 വരെയെങ്കിൽ എത്തിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ചെറിയൊരു ചേഞ്ച് വരുന്നുള്ളൂ. നിങ്ങളുടെ പ്രൊഫഷൻ പോയിൻ്റുള്ള വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഒന്നുകിൽ 75 കൊടുക്കുക CBK, അല്ലെങ്കിൽ ഒരു 82, 83 വരെയും എത്തിച്ച് കൊടുക്കുക ആക്സലേഷൻ ഇല്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ. അത്രയും നോക്കിയാൽ മതി ആക്സലേഷൻ ഡേയ്സ് പറയാനാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആട്രിബ്യൂട്ട്സിലൊക്കെ നമ്മുടെ ഗെയിമിനകത്തുള്ള ഒരു എഫക്റ്റീവ്നെസ് പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സാധനം സ്കിപ്പ് ചെയ്തിട്ടാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞതിനെ പറ്റി. ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലാക്കി ചെയ്യണവരുണ്ടാവും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതുപോലെ മനസ്സിലാകാത്ത ആളുകൾ കാണും നമ്മുടെ കയ്യിൽ. അപ്പോൾ മനസ്സിലാകാത്തവരാണെങ്കിൽ ഒന്നുകൂടെ കണ്ട് നോക്കുക. അത്രയും ഷോർട്ടാക്കിയാണ് അത് പറഞ്ഞു. ഇനി ബാക്കി ആട്രിബ്യൂട്ടൊക്കെ ഉണ്ട്, അതോടെ പറഞ്ഞ വീഡിയോ നല്ല ലെങ്തായി പോകും. ഇപ്പോൾ ഇത് വേറെ വീഡിയോയിൽ എന്തായാലും വേറെ ചെയ്യാം. സ്കില്ലിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന സ്കില്ലുണ്ടെങ്കിൽ ഇത്ര % ആട്രിബ്യൂട്ട് ഇൻക്രീസ് ആയി കിട്ടും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്ത് സാധനം വെച്ചേക്കണേ. അപ്പോൾ അതിലിപ്പോൾ അത്യാവശ്യം ആവശ്യമുള്ളൊരു കുറച്ച് ആട്രിബ്യൂട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഓൾറെഡി നമ്മുടെ ഈ ഫുട്ബോൾ അപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇക്വേഷനൊക്കെ അടക്കം ടെസ്റ്റ് അടക്കം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. നമുക്ക് കൊടുക്കണ പ്രോഗ്രഷൻ പോയിൻറ്റ് വെറുത്താണോ അത്ര നോക്കിയാൽ മതി. ഇപ്പോൾ ഡ്രിബിളിംഗ് ഒക്കെ 100 മതി. 101, 102, 103, 104 വേണ്ടി നിങ്ങൾ പ്രോഗ്രഷൻ പോയിൻറ്റ് ഹൈ ആയിട്ട് കൊടുക്കണതിന് പകരം, ആ ചെറിയൊരു ചേഞ്ചിന് പകരം ആ പ്രോഗ്രഷൻ പോയിൻറ്റ് എടുത്തിട്ട് വളരെ ലോ ആയിട്ട് കിടക്കുന്ന ഒരു ആട്രിബ്യൂട്ടിലേക്ക് എത്തിച്ചാൽ മതി. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ആക്സലറേഷൻ. ഇപ്പോൾ ആ പ്ലെയറിന് 75 ആക്സലറേഷൻ ഉള്ളൂ. അയാൾക്ക് ഒരു 80 വരെ നിങ്ങൾ കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. 83, 82 എത്തിച്ചാലേ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഡ്രിബിളിങ്ങിൽ കൊണ്ടുപോയി വെറുതെ അത് കളയണമായിരിക്കും. ഒരു അതെടുത്ത് കൊണ്ടുവന്ന ആ ആക്സലറേഷൻ 83 എത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചേഞ്ച് അവിടെ നിങ്ങൾക്ക് കിട്ടണതായിരിക്കും. കിക്കുമ്പോൾ ആയിക്കോട്ടെ, കിക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ച് അവിടെ കിട്ടും. സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചേഞ്ച് അവിടെ കിട്ടും. അങ്ങനെ ഓരോ ആട്രിബ്യൂട്ടിനും ഒരു കണക്കുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ച് അവിടെ വരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊവിഷൻ പോയിന്റുള്ള റിസൾട്ട് കിട്ടണുണ്ടോ എന്ന് നോക്കിയാൽ അത് കിട്ടണില്ലെങ്കിൽ അതെടുത്ത് ചേഞ്ചുള്ള ഒരു ആട്രിബ്യൂട്ടിൽ കൊണ്ട് ഇടുക. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള നമ്മുടെ കിക്കിംഗ് പവർ, അല്ലാണ്ട് സ്പീഡ്, സ്റ്റാമിന, ഡ്രിബിളിങ്, ടൈറ്റ് പോസ്റ്റിംഗ്, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കവർ ചെയ്യുക. അതനുസരിച്ച് ഈ ഒരു മേഖലകളൊക്കെ ട്രെയിൻ ചെയ്ത് സെറ്റാക്കുക. വേറെ ആട്രിബ്യൂട്ടിൻ്റെയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ടെസ്റ്റ് റിസൾട്ടൊക്കെ വെച്ചിട്ട് എന്തായാലും കണ്ടൻസൊക്കെ ഇഷ്ടംപോലെ വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നില്ല, ഒട്ടൊക്കെ ഉണ്ട് ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.